നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പേരാണ് മുംബൈയിലെ ജുഹു ബീച്ച് എന്നുള്ളത്. എന്നെങ്കിലും ഒരു കാലത്ത് ഈ ജുഹു ബീച്ച് ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുംബൈ വന്നപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇതാ ജുഹു ബീച്ചും ഇപ്പോൾ സന്ദർശിച്ചിരിക്കുകയാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ചൗപ്പട്ടി ബീച്ചാണ് കാണിച്ചത്. ചൗപ്പട്ടി ബീച്ചിൽ ആ സമയത്ത് ദസറ ടൈമിൽ പോയ കാരണം ദേവി ദേവ വിഗ്രഹങ്ങൾ, രൂപങ്ങൾ, പ്രതിമകൾ, കടലിൽ നിമഞ്ജനം ചെയ്യുന്ന അപൂർവ കാഴ്ചകളൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുകളിലെ ഐ-കാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം തുടർന്ന് നമ്മുടെ വീഡിയോസ് കണ്ടാൽ നന്നായിരിക്കും. ജുഹു ബീച്ച് മുതലുള്ള നമ്മളുടെ ഈ മുംബൈ ട്രിപ്പിൽ വൺ ഓഫ് മൈ നൻബൻസ് മിസ്റ്റർ അശ്വിൻ വെങ്കാര സോമനും ഫാമിലിയും നമ്മളോട് കൂടെ കൂടുന്നുണ്ട്. ആൾ കണ്ണൂരുകാരനാണ്, പക്ഷേ കുറേ വർഷമായിട്ട് മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൂനെയിലുള്ള കാരണം ഇവനൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടുകൂടിയാണ് നമ്മളിവിടെ മുംബൈക്ക് ഈ ട്രിപ്പ് വെച്ചത്. കോളേജ് പഠന കാലത്ത് ഹോസ്റ്റലിൽ ഞങ്ങൾ രണ്ടുപേരും ഈ 4 വർഷം ഒരേ മുറിയിലായിരുന്നു. ഞങ്ങളുടെ കൂടെ 4 വർഷം ഉണ്ടായിരുന്ന വേറൊരു സുഹൃത്തും കൂടി ഉണ്ട്, മിസ്റ്റർ ജോസഫ് പി സാബു. അവനിപ്പോൾ ദുബായിൽ അബുദാബിയിലൊക്കെ കണ്ടൊക്കെയാണ്. എൻ്റെയൊക്കെ കൂട്ടുവിട്ടതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടതും നന്നായിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ജുഹു ബീച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നല്ല ഉച്ച സമയത്താണ് വന്നത്. നല്ല വെയിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു മടുപ്പ് അനുഭവപ്പെട്ടില്ല. കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നട്ടുച്ചയ്ക്കായിരുന്നിട്ട് പോലും ഒരുപാട് ആളുകൾ ഈ ബീച്ചിൽ എൻജോയ് ചെയ്യാനായിട്ട് പല പല ആക്ടിവിറ്റികൾക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് അങ്ങനെ ബോട്ടുകളും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ടൊക്കെ നമുക്ക് പോകാവുന്ന ബോട്ട് സർവീസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പോകേണ്ടവർക്ക് തൊട്ടപ്പുറം കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പൈസ അടച്ച് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ ബോട്ടിൽ പോകുന്നവരൊക്കെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ധരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് എൻട്രി അനുവദിക്കുന്നുള്ളൂ. അതൊരു വളരെ നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. നമ്മുടെ മുൻപത്തെ ചൗപ്പട്ടി ബീച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അവിടുത്തെ വൃത്തിയുടെ ഒരു കാര്യം. പക്ഷേ അത്തരം വൃത്തികേട് അല്ലെങ്കിൽ അത്തരം ദുർഗന്ധമൊന്നും നമുക്ക് ഈ ജുഹു ബീച്ചിൽ കാണാനാകുന്നില്ല. അല്പം കൂടി നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് ഇവിടെ തങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് പല പല ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നത് നമുക്ക് കാണാം. ചിലർ ക്യാമറയും തൂക്കി പിടിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള ഫോട്ടോകളൊക്കെ എടുത്തു തരാനായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മറ്റു ചിലർ പായ റെൻറ്റിന് കൊടുത്ത് പൈസ സമ്പാദിക്കുന്നവരുണ്ട്. നമുക്ക് മണലിൽ ഡയറക്റ്റ് ഇരിക്കാതെ ഫാമിലി ആയിട്ട് വരുന്നവർക്കായാലും കപ്പിളായിട്ട് വരുന്നവർക്കായാലും കിടന്നും സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടി പായ റെൻറ്റിന് തുച്ഛമായ വിലയ്ക്ക് കൊടുക്കാനായിട്ടും ഇവിടെ ഒരുപാട് പേര് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളുകളുണ്ട്. പല തരത്തിലുള്ള പല വിധത്തിലുള്ള പൊരിച്ചതായാലും സ്റ്റീംഡ് ആയാലും അല്ലെങ്കിൽ തണുത്തതായാലും എരിവുള്ളതായാലും മധുരമുള്ളതായാലും എന്ന് വേണ്ട ചൈനീസ് ആയാലും എന്ന് വേണ്ട സകല വിധത്തിലുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകളുടെ കൗണ്ടറുകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ നമ്മൾ ആ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന ഇങ്ങനെ സ്പ്രിങ് ആക്കി കോലിൽ കുത്തി ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സംഭവം, അതിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നു. വല്ല പൊട്ടറ്റോ സ്പ്രിങ്ങോ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് വലിയ അറിയില്ല. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഫുഡ് സ്റ്റാള് അത് അന്വേഷിച്ചും കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. പിന്നെ മാത്രമല്ല പൊതുവെ എനിക്ക് ഇത്തിരി സ്പൈസി ഫുഡിനോടാണ് താല്പര്യം മധുരത്തേക്കാളും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ടായിരിക്കാം ഒരുപാട് കുപ്പികളിൽ പല കളറിലുള്ള ഒരുപാട് ലിക്വിഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്താണ് അതിന് മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ജ്യൂസായിട്ടൊക്കെ തരും. പക്ഷേ ഇത്രയും കളറൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കഴിക്കാനുള്ള ഒരു അട്രാക്ഷന് പകരം നമുക്കൊരു റിപ്പൽഷനാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളീയരെ അപേക്ഷിച്ച് നോർത്ത് ഇന്ത്യയിലുള്ളവർക്കായാലും അല്ലെങ്കിൽ ഈ മധ്യ ഇന്ത്യയിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹിന്ദി സ്പീക്കേഴ്സിനൊക്കെ പൊതുവെ ഇത്തരം കളറുകളോട് ഭയങ്കര ഒരു താല്പര്യമാണ്. അവരുടെ വേഷവിധാനങ്ങളായാലും ഇപ്പോൾ സാരി ആയാലും ഷർട്ടായാലും എല്ലാം ഭയങ്കര ഒരല്പം അട്രാക്റ്റീവായിട്ടുള്ള ഷർട്ടുകൾ അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള കളറുള്ള അല്ലെങ്കിൽ ഫ്ലൂറസൻ്റ് ടൈപ്പൊക്കെ ഷർട്ടുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ ഇടുന്നത് ഒരുപാട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയായിരിക്കും ഈ മധുര അല്ലെങ്കിൽ ഈ ലായനികളൊക്കെ ഈ കളറിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പൊട്ടറ്റോ ചിപ്സ്
അപ്പോൾ നമ്മൾ പറഞ്ഞ ടേസ്റ്റിനും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മസാലയൊക്കെ ഇട്ടാണ് നമുക്ക് അവസാനം റെഡിയാക്കി നമുക്ക് തരുന്നത്. പക്ഷേ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് വെച്ചിരിക്കുന്ന എണ്ണയും തിളപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത് വറുക്കുന്ന അതേ എണ്ണയിൽ തന്നെയാണ് നമുക്കും വറുത്ത് കിട്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ അവനത് റിപ്പീറ്റഡ്ലി മാറ്റുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. ചിലപ്പോൾ ഇനി അതെൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം. എനിവേ അതൊന്ന് ടേസ്റ്റ് ചെയ്യാം, ഒന്ന് കഴിക്കാൻ ഉള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടും കൂടിയാണ് നമ്മളത് ഓർഡർ ചെയ്തത്. വറുത്ത് കോരി എടുത്തതിന് ശേഷവും അതിൻ്റെ മേളിലേക്ക് കുറേ മുളക് പൊടി മറ്റെന്തോ പൊടികളൊക്കെ മസാലകളൊക്കെ ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഒരല്പം എക്സ്ട്രാ സ്പൈസി ആയിട്ട് അനുഭവപ്പെട്ടു. അതൊഴിച്ച് നിർത്തിയാൽ വളരെ നൈസായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഈ ഒരു പൊട്ടറ്റോ സ്പ്രിംഗ് എന്ന് ഞാൻ പേരിട്ടിരിക്കുന്ന ഈ ഒരു സാധനം. അപ്പോൾ ജുഹു ബീച്ചിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മുംബൈയിലെ വളരെ പ്രസിദ്ധമായ ദ പൃഥ്വി തിയേറ്ററാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.